ഫോൺ കോൾ വന്നപ്പോൾ തന്റെ സമ്പാദ്യം മുഴുവൻ നഷ്ടപ്പെടാൻ പോവുകയാണെന്ന് പത്തനംതിട്ട കുഴിക്കാല സ്വദേശി കെ തോമസ് കരുതിയില്ല. കേന്ദ്രത്തിൽ ഡയറക്ടറേറ്റ് ഓഫ് ക്വാളിറ്റി അഷുറൻസിൽ സീനിയർ സയന്റിസ്റ്റായിരുന്നു കെ തോമസ്. 2001 വിരമിച്ച ശേഷം കുഴിക്കാലയിലെ വീട്ടിൽ വിശ്രമജീവിതം നയിക്കുകയാണ് തോമസ്. CBI ഉദ്യോഗസ്ഥരെന്ന് പരിചയപ്പെടുത്തിയാണ് ഒരാൾ തോമസിനെ ഫോണിൽ വിളിച്ചത്. ഇംഗ്ലീഷിലായിരുന്നു സംസാരം. സർവീസിലിരിക്കെ താങ്കൾ അനധികൃതമായി പണം സമ്പാദിച്ചിട്ടുണ്ടെന്നും താങ്കൾ CBIയുടെ നിരീക്ഷണത്തിലാണെന്നും വിളിച്ചയാൾ തോമസിനെ അറിയിച്ചു. ബാങ്കുകളിൽ എത്ര രൂപ നിക്ഷേപമുണ്ടെന്നായി അടുത്ത ചോദ്യം. താൻ അനധികൃതമായി 1 രൂപ പോലും സമ്പാദിച്ചിട്ടില്ലെന്നും ഫെഡറൽ ബാങ്ക് അക്കൗണ്ടിൽ 10 ലക്ഷം, SBI അക്കൗണ്ടിൽ 35 ലക്ഷം എന്നിങ്ങനെ നിക്ഷേപമുണ്ടെന്നും വിളിച്ചയാളെ തോമസ് അറിയിച്ചു. മുഴുവൻ പണവും അന്വേഷണത്തിന്റെ ഭാഗമായി താൻ പറയുന്ന അക്കൗണ്ടിലേക്ക് കൈമാറാൻ വിളിച്ചയാൾ ആവശ്യപ്പെട്ടു. അന്വേഷണത്തിന് ശേഷം കള്ളപ്പണമല്ലെന്ന് തെളിഞ്ഞാൽ മുഴുവൻ തുകയും തിരിച്ച് അക്കൗണ്ടിലേക്ക് കൈമാറുമെന്നും വിളിച്ചയാൾ അറിയിച്ചു. അവരാവശ്യപ്പെട്ട് നമ്മളുടെ അക്കൗണ്ട് പൈസ എത്ര ഉണ്ട്, അത് എങ്ങനെ കിട്ടിയ പൈസയാ, അത് അതിനകത്ത് ഏതാണ്ട് പ്രശ്നമുണ്ട്, അത് ഞങ്ങൾക്ക് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യണം എന്ന് പറഞ്ഞു. അവർ പൈസയുടെ കണക്ക് എത്ര ഉണ്ടെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഇത്ര രൂപയുണ്ട്, 10 ലക്ഷം രൂപ ഞങ്ങൾക്ക് ഇങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യണം, അത് റിസർവ് ബാങ്കിലേക്ക് പോകും. റിസർവ് ബാങ്കിലേക്ക് പോയാൽ നിങ്ങളുടെ മണി സേഫ് ആയിരിക്കും. ഈ കേസെല്ലാം കഴിയുമ്പോൾ ദ ഹോൾ മണി വിൽ കം ടു യുവർ അക്കൗണ്ട് എന്ന് പറഞ്ഞു. ആദ്യം കുഴിക്കാല ഫെഡറൽ ബാങ്ക് ശാഖയിൽ നിക്ഷേപിച്ചിരുന്ന 10 ലക്ഷം രൂപ വിളിച്ചയാളുടെ അക്കൗണ്ടിലേക്ക് തോമസ് കൈമാറ്റം ചെയ്തു. SBI ശാഖയിലെ സ്ഥിര നിക്ഷേപം 35 ലക്ഷം രൂപ ഫെഡറൽ ബാങ്ക് അക്കൗണ്ടിലേക്ക് മാറ്റി ആ തുകയും വിളിച്ചയാൾക്ക് തോമസ് കൈമാറി. ഞാൻ പറഞ്ഞു 2 ദിവസം കഴിഞ്ഞിട്ട് പിന്നെയും പറഞ്ഞു ബാക്കി 35 ലക്ഷം റുപ്പീസ് കൂടെ ട്രാൻസ്ഫർ ചെയ്യണം. ഞാൻ 35 ലക്ഷം കൂടെ ബാങ്കിൽ നിന്ന് പോയി ട്രാൻസ്ഫർ ചെയ്തു. ഷെയർ മാർക്കറ്റിലും തോമസിന് നിക്ഷേപമുണ്ടായിരുന്നു. കമ്പനി ഷെയറുകൾ വിറ്റ് ആ പണം കൂടി നൽകണമെന്നായി വിളിച്ചയാളുടെ ആവശ്യം. ഷെയറുകൾ വിൽക്കാനായി തോമസ് തയ്യാറായപ്പോൾ ഷെയർ ഏജന്റാണ് ഇത് തട്ടിപ്പാണെന്ന് തോമസിനെ അറിയിച്ചത്. തുടർന്ന് പത്തനംതിട്ട സൈബർ പോലീസിൽ തോമസ് പരാതി നൽകി. സൈബർ പോലീസ് അന്വേഷണം ആരംഭിച്ചു. കമ്പനി ഷെയറുകൾ വിറ്റ് ഉടൻ പണം അയക്കണമെന്നാവശ്യപ്പെട്ട് ഇന്ന് ഉച്ചയ്ക്ക് ശേഷവും തോമസിന് ഫോൺ കോൾ വന്നിരുന്നു. പണം അയച്ചതിന്റെ ബാങ്ക് രേഖയുടെ കോപ്പി സൈബർ പോലീസിന് തോമസ് കൈമാറിയിട്ടുണ്ട്. വീഡിയോ ജേർണലിസ്റ്റ് അജി കുടുംബനൊപ്പം റിപ്പോർട്ടർ പ്രവീൺ പുരുഷോത്തമൻ. റിപ്പോർട്ടർ പത്തനംതിട്ട.